UAEയിൽ വീണ്ടും മഴ പെയ്യും. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീണ്ടും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. തിങ്കളാഴ്ച നേരിയ മഴയ്ക്കും ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്കുമാണ് സാധ്യത. ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. UAEയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പെയ്ത ശക്തമായ മഴയിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. അതിനിടെ ദുബായിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് 48 മണിക്കൂർ നിയന്ത്രണം ഏർപ്പെടുത്തി. ഏപ്രിൽ 19 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ ആരംഭിച്ച നിയന്ത്രണം ഏപ്രിൽ 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ തുടരും. മഴക്കെടുതി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വിമാനങ്ങൾ പുറപ്പെടുന്നതിന് നിയന്ത്രണം തടസ്സമാവില്ല. എയർ ഇന്ത്യ ദുബായ് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളെ നിയന്ത്രണം ബാധിച്ചേക്കില്ല. ഈ മാസം 21 വരെ ടിക്കറ്റ് എടുത്തവർക്ക് മാറ്റി നൽകും. കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് മാത്രമാണ് എയർ ഇന്ത്യ ദുബായ് സർവീസ് നടത്തുന്നത്. സ്പൈസ് ജെറ്റ് ദുബായ് സർവീസുകൾ ഫുജേറയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡൽഹി, അഹമ്മദാബാദ്, പൂനെ, മുംബൈ വിമാനങ്ങൾ ദുബായ്ക്ക് പകരം ഫുജേറ വഴിയാകും യാത്ര. ഇന്ത്യക്കാർ ദുബായ് വഴിയുള്ള വിമാനയാത്ര മാറ്റിവെക്കണമെന്ന് UAE ഇന്ത്യൻ എംബസി അറിയിച്ചു. UAEയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയാണ് പെയ്തത്. മഴയിലും വെള്ളപ്പൊക്കത്തിലും ജനങ്ങൾ ദുരിതത്തിലായി. Say right? Yes. Left? Left. രണ്ട് ദിവസമായി പെയ്ത മഴയിൽ ഷാർജയുടെ കിഴക്കൻ പ്രദേശമായ കൽബ വെള്ളത്തിനടിയിലായി. ഷാർജ, ഫുജൈറ എന്നിവിടങ്ങളിലും ദുരിതബാധിതർക്കായി സർക്കാർ ക്യാമ്പുകളും പുനരധിവാസ കേന്ദ്രങ്ങളും ആരംഭിച്ചു. ചൊവ്വാഴ്ചത്തെ കനത്ത മഴയിൽ ഷാർജയിൽ ഫയർ സ്റ്റേഷൻ പരിസരത്താണ് കൂടുതൽ വെള്ളപ്പൊക്കം രൂപപ്പെട്ടത്. നസ്രിയ, ബുദീന ഭാഗങ്ങളിൽ ഭൂരിഭാഗം വാഹനങ്ങളും വെള്ളത്തിനടിയിലായി. ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റ്, അൽ മജാസ്, അബു ഷഗാര, അൽ ഹാസിമിയ, അൽ ഖാൻ എന്നീ പ്രദേശങ്ങളിലും വെള്ളം കയറി. ബുധനാഴ്ചയും വാഹനങ്ങൾ നീക്കാൻ സാധിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച രാത്രിയിൽ റോഡുകളിലെ ശക്തമായ ഒഴുക്കിൽ 100 കണക്കിന് വാഹനങ്ങളാണ് ഒഴുകിപ്പോയത്. അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ ജോലിക്ക് പോയവർ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. പലരും ബുധനാഴ്ച പുലർച്ചെയാണ് ഷാർജയിലെത്തിയത്. വെള്ളം പോലും കിട്ടാതെ റോഡിൽ കുടുങ്ങിയവർ ബുദ്ധിമുട്ടി.